सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവത് തൃപാദങ്ങളുടെ അനുഗ്രഹത്താൽ നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ഒരു സെക്കൻഡ് പോയി. ഞാനത് അറിഞ്ഞില്ല. ഓക്കെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഇന്നത്തെ ഒരു ദിവസം കൂടി നമുക്ക് വീണ്ടും ഒരു സുപ്രഭാതത്തെ കൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സാധനാപൂർണമായി പ്രാർത്ഥനാപൂർണമായി നമുക്കതിനെ വരവേൽക്കാനും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനും ഭഗവാന്റെ അനുഗ്രഹം ആവോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നല്ല ദേവി പ്രണാമി ദേവി ഇഷ്ടകത്തെയൊക്കെ കേട്ടുകൊണ്ടാണ് വളരെ സന്തോഷം തോന്നി. കുറെ നാള് കൂടി രാവിലെ കയറി അതിലിങ്ങനെ പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള ആ അനുഗ്രഹത്തെ അതിനുള്ള ഭാഗ്യത്തെ ഭഗവാനോട് നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചേച്ചി ഇത് ചേട്ടനുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥനകളെ ഇങ്ങനെ ഇപ്രകാരം സ്വീകരിക്കുന്നതിനും അത് ആലപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷം. അപ്പൊ നമ്മള് ഇന്നത്തെ വിഷയം തന്നെ അതാണ്, നാമജപം. അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഇന്നത്തെ ലിഖിത ജപം ആരംഭിക്കുകയാണ് അല്ലെ. എല്ലാവരും വളരെ കാര്യമായിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് അവിടെ ശശീല ചേച്ചിയൊക്കെ എഴുതി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മള് എഴുതാൻ വേണ്ടിയിട്ട് നമ്മള് തയ്യാറാകുന്ന ഈ അവസരത്തില് എന്താണ് നാമജപം? എല്ലാ ദിവസവും രാവിലെ നമ്മൾ ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളിത് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ നാമജപം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ജപം? ജപം നമ്മൾ സാധാരണ നേരത്തെയൊക്കെ നാമം ചൊല്ലല് എന്ന് പറയും അല്ലെ. നാമം ചൊല്ലുക അല്ലെങ്കിൽ എന്താണ് ജപിക്കുക, അതിപ്പോ രണ്ടും ഒരേ അർത്ഥം തന്നെ വരുന്നു. ഈ ജപ എന്ന് പറയുന്ന ഒരു ശബ്ദം, 2 അക്ഷരങ്ങൾ അല്ലെ, ജപ. അതിനകത്ത് ജപം എന്ന് പറയുമ്പോൾ ജപിക്കേണ്ടത് എന്തോ അത് ജപം. അപ്പൊ പിന്നെ എന്താണ് ജപിക്കേണ്ടതെന്നാണ് നമ്മുടെ ചോദ്യം തന്നെ. അപ്പോഴാണ് പറയുന്നത് എന്താണ് ജപിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് വളരെ ആനന്ദം തരുന്ന ഒരു ദൈവസങ്കല്പത്തെ അല്ലെങ്കിൽ ദേവതാരൂപത്തെ, സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനെ തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ. ഇവിടെ എല്ലാ രൂപവും ഈശ്വരൻ തന്നെയാണ്, എല്ലാ നാമവും ഈശ്വരൻ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്? നാമ രൂപ ഗുണരഹിതനാണ്. പക്ഷെ നമ്മളെ പോലുള്ളവരെ സംബന്ധിച്ചിട്ട് നമുക്കൊരു നാമം വേണം, നമുക്കൊരു രൂപം വേണം, നമുക്കൊരു ഗുണം വേണം. ആ നാമരൂപ ഗുണത്തിനനുസരിച്ച് മാത്രമാണ് നമ്മുടെ മനസ്സിന് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ നമ്മൾ നാമവും രൂപവും ഗുണവും ഒക്കെ വിശേഷവും ഒക്കെ അതിനകത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. കാരണം നമ്മളിപ്പോ വന്നിരുന്നിട്ട് എത്ര നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാലും നമുക്കതിനെ ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപവും ഇല്ലാതെ നിർഗുണമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ സദ്ഗുണോപാസനയിലേക്ക് പോകുന്നത്, ഒരു രൂപം നൽകിക്കൊണ്ട് ഉപാസന നടത്തുന്നത്. നമുക്കറിയാം പണ്ട് ഒരാള് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ഒരാൾക്ക് കഷണ്ടി ആണ്. കഷണ്ടി ഒരു സൗന്ദര്യമൊക്കെയാണ്, പക്ഷെ
അയാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ തലയുടെ ഇത്രയും ഭാഗത്ത് മുടിയില്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്തിടാൻ പറ്റുന്നില്ല. ഈ സിംഹത്തലയുള്ള പോലെയൊക്കെ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറൊക്കെ കൊടുത്തിടുന്നത് കാണുമ്പോ അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുള്ള വിഷമത്തില് ഇയാൾ ഒരു വൈദ്യനെ കാണാൻ പോയി. അപ്പം ആ വൈദ്യൻ ഏറ്റവും വലിയ പ്രസിദ്ധനായ വൈദ്യനാണ്. അപ്പൊ ആ വൈദ്യന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി കിട്ടും. അപ്പൊ ഇയാൾ ചെന്നിട്ട് പറഞ്ഞു വൈദ്യനോട്, വൈദ്യനെ എനിക്ക് ഇങ്ങനെ എനിക്ക് മുടി വളരണം, വൈദ്യര് നിലച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കും. വൈദ്യര് പറഞ്ഞു അത് നടക്കില്ല, അല്ലെ? നമുക്കറിയാലോ, നമുക്ക് ഈ കാണുന്ന കഷണ്ടി തലയ്ക്കും പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന് രണ്ടിനും എന്തില്ല, മരുന്നില്ല, അല്ലെ? രണ്ട് കാര്യങ്ങൾ അറിയാലോ, കഷണ്ടിയും അസൂയയും, അല്ലെ? അനസൂയ, അത് തന്നെ. ഇത് രണ്ടിനും മരുന്നില്ല. അപ്പോ ഇയാൾ എന്ത് ചെയ്തിട്ട് വൈദ്യർക്ക് അറിയില്ലാത്ത മരുന്നൊന്നും ഇല്ല, വൈദ്യര് മരുന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വൈദ്യര് അവസാനം സമ്മതിച്ച് ഇയാൾക്കൊരു എണ്ണ കൊടുത്തു. എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങള് വേറെ നമ്മളിപ്പോ ഓരോ മരുന്നൊക്കെ സേവിക്കുമ്പോ അതിന് പ്രത്യേക പത്യമൊക്കെ ആചരിക്കണമല്ലോ, അതൊന്നും വേണ്ട. നിങ്ങൾ ഇത് എടുക്കുമ്പോ കുരങ്ങനെ കുറിച്ച് മാത്രം ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഓ, എത്ര സന്തോഷം! കാരണം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അല്ലെ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹം, അത്രയേ ഉള്ളോ, വളരെ സന്തോഷം വൈദ്യരെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കയ്യിൽ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ വിചാരിച്ചു, വൈദ്യരാകെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇതിനുള്ള വിശേഷ വിധി എന്താണ്, കുരങ്ങിനെ കുറിച്ച് ചിന്തിക്കരുത്. അപ്പൊ തന്നെ അയാളുടെ മനസ്സിൽ ആരാ നിറഞ്ഞു നിൽക്കുന്നത്? കുരങ്ങൻ വന്ന് നിൽക്കും, അല്ലെ? പിന്നെ അയാൾക്ക് എപ്പോഴെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഈ എണ്ണ തേക്കേണ്ടി വന്നിട്ടുണ്ടോ? അയാൾ എപ്പോ കയ്യിലെടുത്താലും ആരെക്കുറിച്ച് ചിന്തിക്കും? ഈ കുരങ്ങനെ കുറിച്ച് ചിന്തിക്കും, അല്ലെ? നമ്മുടെ ഉള്ളിലും ഇങ്ങനെ കുരങ്ങന്മാര് ചാടിക്കളിക്കാം, ശരിയല്ലേ? ഭഗവാൻ അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമ്മളോട് പറയും, ഋക്ഷവത്കുതി കൊള്ളുമിൻ മനമിക്കണക്കു വരാതിനി, രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും, അല്ലെ? ബാക്കിയുണ്ട്, പക്ഷിവാഹന ഭഗിനേയ, അല്ലെ? മയൂരപൃഷ്ഠം അമർന്നു വന്ന് അക്ഷിഗോചരമായിട്ട് വിളങ്ങണമെന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ഋക്ഷവത് കുതി കൊള്ളുന്ന എന്റെ മനസ്സിന് അടക്കം വരുത്തണം, അല്ലെ? എന്നെ രക്ഷിക്കണം. എന്റെ മനസ്സെങ്ങനെയാണ്? ഋക്ഷവത്തിനെ പോലെയാണ്, കുരങ്ങനെ പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം കിട്ടി, അതിനകത്തുനിന്ന് അപ്പുറത്തോട്ട് പോയി നിന്റെ ലിങ്ക് വന്നോ, അതിന്റെ ലിങ്ക് ഇട്ടു. എന്റെ രക്ഷാപത്കുതികൾ അങ്ങനെയൊക്കെയാണ്, അല്ലെ? എന്നിലുള്ള കുരങ്ങന്മാര. നിന്റെ ലിങ്ക് എല്ലാവർക്കും കിട്ടിക്കാണുക, അല്ലെ? അപ്പൊ അങ്ങോട്ട് അയച്ചെടുക്കണ്ടേ, അത് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാരും കേറിയിട്ടുണ്ടോ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്നുണ്ടോ, ആരെങ്കിലും ഓൺ ആക്കിയിട്ട് അതിന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെ? ഇത്രയും നല്ല ക്ലാസ്സുകൾ നടക്കുമ്പോഴും പുറകിലിരിക്കുന്ന എന്റെ ജോലി ഇതൊക്കെ തന്നെയാ. അപ്പൊ എനിക്ക് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുവാണോ? അല്ല. നമുക്ക് ഇതിനകത്ത് പ്രശ്നമില്ല കേട്ടോ. മറ്റു പല ക്ലാസ് എടുക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് അറിയാം എത്ര നമ്മൾ അതിനൊക്കെ പ്രാക്ടീസ് നേടിക്കഴിഞ്ഞു, എങ്ങനെ ഇരിക്കണം എന്നും, അല്ലെ? എങ്ങനെ പെരുമാറണം. പക്ഷെ പല ക്ലാസ്സിലും കേറുമ്പോ ഇതൊക്കെ എന്റെ ജോലി. അപ്പൊ നല്ല ക്ലാസ് ആണെ പോലെ എനിക്കത് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ഇതുപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊന്നും മാനസരായിട്ടിരിക്കാൻ തൃപ്തി ഉണ്ടാവണം. അങ്ങനെ മാനസരായിട്ടിരിക്കണമെങ്കിൽ മനസ്സിൽ ആദ്യം അടക്കം വരണം. നമ്മൾ ഓടി ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുവാണെങ്കിൽ, നമ്മൾ എന്താണ് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് നമ്മൾ ജപിക്കാനോ പ്രാർത്ഥിക്കാനോ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഓട്ടത്തിന്റെ ബഹളാണ്, അല്ലെ? പലതരത്തിലുള്ള കുരങ്ങന്മാരാണ്. അപ്പൊ ഈ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് അടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് എന്ത്? ജപം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ജപയജ്ഞത്തില് ജപിച്ച് ഇപ്പൊ പലതരത്തില് നമ്മൾ ജപിക്കാറുണ്ട്. ഒന്ന്, വളരെ ഭക്തരായിട്ടുള്ളവര് എന്ത് ചെയ്യും? എല്ലാ സമയവും ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഇത്തിരി സമയം കിട്ടിയ അത് ജപിക്കും. കാരണം എന്താ? നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. ആർക്ക്? ഭഗവാന് വിട്ടുകൊടുക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ ഭഗവാന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സകലതും വിട്ടുകൊടുക്കുന്നവര് എല്ലാ സമയവും സദാ അതിനകത്ത് മുഴുകിയിരിക്കും. ഇനി അത് ഭക്തന്മാർ അവരെന്തിനു വേണ്ടിയിട്ടാ? അവരൊരു ആനന്ദത്തെ അനുഭവിക്കുക. കാരണം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് നമ്മൾ 10 പ്രാവശ്യം ജപിക്കുമ്പോ നമുക്ക് എന്തെന്നില്ലാത്തൊരു ശാന്തത നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ആ ശാന്തതയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജപിക്കുന്നത്, അല്ലെ?
പക്ഷെ അത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകണം എന്നില്ല, അല്ലെ? വലിയ ടെൻഷനിൽ നിൽക്കുന്ന ഒരാള് ഇവർക്കൊക്കെ എന്താണ് ഈ ഭക്തിയുടെ പേര് കുറെ പേര് തോന്നിയാസം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞവര് ഇതാകും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആന്തരിക സൗഖ്യത്തെ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പൊ ആ ഒരു ആന്തരിക സൗഖ്യത്തെ അനുഭവിച്ചുകൊണ്ട് ജപിക്കുന്നവരുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങ് ജപിച്ച് ഭഗവാന്റെ മഹനീയമായ ആ തിരുനാമത്തെ ജപിച്ച് നമ്മൾ ആ മാധുര്യത്തെ നുകരുകയാണ്. ഒരു മാധുര്യത്തെ നമ്മൾ അറിയാതെ തന്നെ അനുഭവിക്കാം. അത് ഒരു തരത്തില്. ഇനി മറ്റൊരു തരത്തില് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു അക്ഷര ലക്ഷ്യം, അല്ലെ? നമ്മള് ഓങ്കാരമൊക്കെ പഠിക്കുമ്പോ ഓങ്കാരത്തെ കുറിച്ച് ടീച്ചർ നല്ല ക്ലാസ്സുകൾ എടുത്തതാണ്. അപ്പൊ നമ്മൾ കണ്ടു അകാരം, ഉകാരം, മകാരം. ശരിക്കും പറഞ്ഞാൽ ഓം എന്നുള്ളത് ജപിക്കുന്നതിന് മുമ്പ് അക്ഷര ലക്ഷ്യം അകാരം തന്നെ ആ എന്നുള്ളത് തന്നെ ലക്ഷം തവണ ജപിക്കണം എന്നാ ശരിക്കും. നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, അല്ലെ? നമ്മൾ അങ്ങനെയൊന്നും അല്ല. പിന്നെ അത് കഴിയുമ്പോ ആയു ഊവും കൂടി എന്നുള്ളത് അക്ഷര ലക്ഷം തവണ ജപിക്കണം. അങ്ങനെയൊക്കെ വിധി പറയും. അല്ലെങ്കിൽ ജപിച്ച് ഒരു ജപസംഖ്യ എത്തിക്കണം. ഇപ്പൊ നമ്മളോട് സ്വാമി മന്ത്രദീക്ഷയൊക്കെ തരുവാണെങ്കിൽ പറയും, നിങ്ങള് ഒരു 1 ലക്ഷോ 3 ലക്ഷോ തവണ ജപിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് ജപത്തിന്റെ അവിടെ ഇരിക്കുമ്പോ ചിലപ്പോ ഉറക്കം വരാം. അപ്പൊ എനിക്ക് നടന്നിട്ടാണെങ്കിലും ജപിച്ചോ. എന്താ? നമ്മൾ ആ ലക്ഷം തവണ എത്തിക്കുക എന്നുള്ള ഒരു കടമ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് ആ ജപസംഖ്യ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫലം വലുതായിട്ട് ലഭിക്കാനുണ്ടാവാം. അതെന്തും ആയിക്കൊള്ളട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മള് ജപിക്കുകയാണ്. ഇപ്പൊ 50 ലക്ഷം വിളിക്കണം എന്നൊന്നും ഇല്ല ഭഗവാന്റെ നാമത്തെ, അല്ലെ? അതെന്താ? നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന് ഈ 50 ലക്ഷം തവണ എന്റെ പേര് എല്ലാരും കൂടി ഇരുന്ന് വിളിക്കണം എന്നൊന്നും നിബന്ധനയൊന്നും ഇല്ല. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മളുടെ ഒരു ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലെ? ജപ്യതേ ഇതി ജപഹ എന്ന് പറയും. ജപിക്കേണ്ടത് എന്തോ അത് ജപം. എന്താണ് ജപിക്കേണ്ടത്? ആരെയാണ് ജപിക്കേണ്ടത്, അല്ലെ? ഈശ്വര സ്മരണ അല്ലെങ്കിൽ ഈശ്വര ചിന്തയാണ്, അല്ലെങ്കിൽ വിധിപ്രകാരമുള്ള മന്ത്രത്തിന്റെ ഉച്ചാരണത്തെയാണ് നമ്മള് ജപം എന്ന് പറയുന്നത്. എന്തിനാണ് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാല് ജപാത് സിദ്ധിർ ന സംശയ എന്ന് പറയും. എന്താണ് ജപാത് സിദ്ധിർ? ജപം കൊണ്ട് എന്തുണ്ടാവുന്നു? സിദ്ധി കൈവരുന്നു. ജപാത് സിദ്ധിർ, ജപം കൊണ്ട് സിദ്ധി കൈവരുന്നു. ജപാത് സിദ്ധിർ, ജപം കൊണ്ട് സിദ്ധി കൈവരുന്നു. ന സംശയ, സംശയം ഒട്ടുമില്ല ഇക്കാര്യത്തിൽ. അപ്പോ എന്തോ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ജപിക്കാൻ പോകുന്നത്. എന്താണ് ഈ സിദ്ധി, അല്ലെ? സിദ്ധി നേടണമെങ്കില് ജപം ചെയ്യണം എന്നാണ് ഈ പറയുന്നത്, അല്ലെ? ജപിക്കുന്നത് കൊണ്ട് സിദ്ധി കൈവരും. അപ്പൊ ജപിക്കുന്നത് കൊണ്ട് മാത്രമാണ് സിദ്ധി കൈവരുന്നതെങ്കിൽ ജപം ചെയ്ത് സിദ്ധികൾ നേടണമെങ്കിൽ ജപം ചെയ്യണം. അപ്പൊ എന്താ സിദ്ധന്മാരാകാൻ പോവാണ് നമ്മൾ എല്ലാവരും. എന്താണ് ആ സിദ്ധി, അല്ലെ? 50 ലക്ഷം തവണ ആണ് എല്ലാവരും. നമ്മളുടെ ഉദ്ദേശസിദ്ധികൾ എന്തൊക്കെയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്നു എല്ലാവരും ഭഗവാന്റെ നാമത്തെ, അല്ലെ? കേട്ടറിയുന്നവരൊക്കെയും ഭഗവാന്റെ നാമത്തെ ഇങ്ങനെ പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ പലതും ചെയ്യുന്ന സമയത്ത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമം ഓതാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാലും നമ്മൾ അതിനകത്ത് നിന്നൊക്കെ വിട്ടുപോയേക്കാം, അല്ലെ? ഞാൻ ഇന്ന് സ്കൂളിൽ ചെന്ന് എല്ലാം പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ 100 തരത്തിലുള്ള 3-4-5 ദിവസം കൂടിയാണ്. അപ്പൊ 100 തരത്തിലുള്ള സർക്കുലർ വന്ന് കിടപ്പുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ ആയിരിക്കും ഇന്ന് ഞങ്ങളുടെ HM-ന്. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ പല കാര്യത്തിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പല വിശേഷങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഇങ്ങനെ സംസാരിച്ച് പകൽ കളയുന്ന നാവ് എന്തിനു വരണം? ഭഗവാന്റെ. അപ്പൊ ഇത്തിരി സമയം കിട്ടിയാലും സംസാരിക്കാതെ ഇരുന്ന് നമ്മൾ എഴുതാൻ പോവാ ഇന്ന് മുതൽ, അല്ലെ? ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ബുക്ക് എടുത്ത് എഴുതാൻ പോവാണ്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് തോന്നണ്ടേ? അപ്പൊ തോന്നിപ്പിക്കാൻ എല്ലാവരും എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആ ശ്രമം ആണെങ്കിൽ ജപിക്കുന്നത് കൊണ്ട് സിദ്ധി കൈവരുമെന്നാണ് പല പുരാണങ്ങൾ അല്ലെങ്കിൽ ഗായത്രി കൽപ്പം പോലുള്ളതൊക്കെ നമ്മളോട് പറയുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സിദ്ധി? എന്ത് സിദ്ധിയാണ് വേണ്ടത്? അല്ലെ? നമ്മൾ പറഞ്ഞു ജപം ചെയ്യുമ്പോൾ സിദ്ധി കൈവരും. എന്താണ് സിദ്ധി? ജ്ഞാനസിദ്ധിയാണ് വരുന്നത്. ഈശ്വരനെയാണ് സിദ്ധിക്കുന്നത്, ജ്ഞാനത്തെയാണ് സിദ്ധിക്കുന്നത്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരനാണ്. അപ്പൊ നോക്കൂ, നമ്മൾ ആരെയാണ് സിദ്ധിക്കുന്നത്? ഈശ്വരനെയാണ് പ്രാപ്തമാക്കാൻ പോകുന്നത്, അല്ലെ? ജ്ഞാനത്തെയാണ്. നമുക്കറിയാം, ആദിമഹസ്സിലേക്കുള്ള നേരാംവഴി കാട്ടുന്ന ഭഗവാൻ. ആർക്കാണ് അങ്ങനെ നേരാംവഴി കാട്ടുന്നത്? ആരായുകി അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിലേക്കുള്ള ആരായുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക്, അതിലേക്ക് മനസ്സ് വെക്കുന്നവർക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ ആദിമഹസ്സിലേക്കുള്ള നേരാംവഴിയെ കാണിച്ചു തരുന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ സിദ്ധി ജപേ സിദ്ധർ ജപേ സിദ്ധർ ജപേ സിദ്ധർന്ന സംശയ എന്ന് പറയുന്നതിൽ സംശയ, ഒരു സംശയമില്ല. എന്തിനാണ് സംശയമില്ലാത്തത്? ദാ ജപം കൊണ്ട് സിദ്ധി വരും. എന്താണ് സിദ്ധി? ഈശ്വര പ്രാപ്തി തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരനെ തന്നെയാണ് സിദ്ധാക്കുന്നത്. ആദിമഹസ്സിലേക്കുള്ള നേരാവഴി കാണിച്ചിരുന്ന മഹസ്സിനെ തന്നെയാണ് നമുക്ക് സിദ്ധമാകുന്നത്. അതിലുള്ള ജ്ഞാനമാണ്, അല്ലെ? നമുക്കറിയാം, അറിവ്. ജ്ഞാനം എന്നും നമ്മൾ വിജ്ഞാനം എന്നും പറയും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. നമുക്ക് വിശക്കുന്നു, എന്ത് കഴിക്കണം? ഭക്ഷണം കഴിക്കണം. അത് അറിവാണ്. എന്ന് വെച്ചിട്ട് വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രയോജനം ഇല്ല, അല്ലെ? അതേസമയം ആ ഉടനെ തന്നെ 2 ഏത്തപ്പഴം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ആ ജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ നമ്മൾ അറിയുന്നു. അത് നമ്മൾ വിജ്ഞാനം എന്ന് പറയും. അപ്പൊ ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്, അല്ലെ? പ്രായോഗിക തലത്തിലും നമുക്കതിനെ ഇതാക്കാൻ പറ്റും. അപ്പൊ ആ ജ്ഞാനത്തെ നമുക്ക് സിദ്ധിക്കണം. അതെങ്ങനെയാണ്? ദാ ജപത്തിന് വീണ്ടും 2 അർത്ഥം കൂടി കേൾക്കാം. 2 അക്ഷരങ്ങളാണ്, അല്ലെ? ജകാരോ ജന്മവിച്ഛേദക. ജകാരം എന്ന് പറഞ്ഞാൽ ജന്മവിച്ഛേദകമാണ്. പിന്നെയോ പകാരം, ജായുണ്ട് പായുണ്ട്. പകാരോ പാപനാശനം. അപ്പൊ 2 കാര്യം വീണ്ടും പറയാം. ജ എന്ന് പറഞ്ഞാൽ ജന്മ വിച്ഛേദകം. 2 പ എന്ന് പറഞ്ഞാൽ പാപനാശനം. ജകാരോ ജന്മവിച്ഛേദക, പകാരോ പാപനാശക. അപ്പോ 2 കൂടി ചേർത്ത് പറഞ്ഞാലോ? തസ്മാ ജപ ഇതി പ്രോക്തോ ജന്മ പാപ വിനാശക. എന്താണ്? ജനന മരണ ചക്രങ്ങളിൽ നിന്ന് ജീവനെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ജപം. അപ്പൊ എത്ര ഇതായിട്ടാ പറഞ്ഞു നോക്കൂ. ജകാരം എന്ന് വെച്ചാൽ ജന്മവിച്ഛേദകമാണ്. പകാരം എന്ന് പറഞ്ഞാൽ പാപം നാശനമാണ്. തസ്മാത് ജപ ഇതി പ്രോക്തോ ജന്മപാപത്തെ നശിപ്പിക്കുന്നതെന്തോ അത്. ജന്മ പാപ വിനാശന യജ്ഞമാണ് ജപം. അപ്പൊ ചെറിയൊരു കാര്യമല്ല നമ്മള് ഈ ചൊല്ലുക, ജപിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ? എന്ത് ചെയ്യുന്നു? ജന്മപാപത്തെ വിനാശനം ചെയ്യുന്നു, ജന്മപാപത്തെ നശിപ്പിക്കുന്നത് എന്തോ അതാണ് ജപയജ്ഞം. അതൊരു യജ്ഞാണ്, അല്ലെ? നമ്മള് പറയുന്നുണ്ട് ഇത് യോഗമാണ് എന്ന്, യോഗ പദ്ധതിയാണ് എന്ന്. ജപം ഒരു യോഗ പദ്ധതിയാണെന്ന് പല ഉപനിഷത്തുക്കളിലും പറയുന്നുണ്ട്. യോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടില്ല, മന്ത്രയോഗം, ഹഠയോഗം, രാജയോഗം എന്ന് പറയുന്നതിനകത്ത് മന്ത്രയോഗം ഉണ്ട്, അല്ലെ? മന്ത്ര ജപം എന്ന് പറയുന്നത് ഒരു യോഗമായിട്ട് കാണിക്കുന്നു. അപ്പോ ഒരു യോഗ പദ്ധതിയായിട്ട് പറയുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. എന്താണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. കേട്ടിട്ടുണ്ട് നമ്മള്. ഗീതയിൽ പറയുന്നു, അല്ലെ? എന്താ പറഞ്ഞത്? യോഗത്തെയും കർമ്മത്തെയും ഒക്കെ മാറ്റിവെക്കാം, മറിച്ച് യജ്ഞാനാം ജപയജ്ഞോസ്മി. ഞാൻ ആരാണ്? യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു. എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഗീതാകാരൻ ഭഗവാനാൽ പറയിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഗീതാകാരനെ കൊണ്ട് പറയിക്കുകയാണ്. എന്താണ്? ഞാൻ വലിയ അതിരാത്ര യാഗ അല്ല, അല്ലെ? അല്ലെങ്കിൽ അശ്വമേധ യാഗ അല്ല, മഹാഗണപതി ഹോമ അല്ല. ഞാൻ ആരാണ്? നിങ്ങൾ ചെയ്യേണ്ടതില് ഏറ്റവും വലിയ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്?
ജപയജ്ഞമാണ്. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു, അല്ലെ? യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ ജപയജ്ഞമാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്തിനാ? നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മള് ജപിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മള് ഒരു ഭഗവാന്റെ തിരുനാമത്തെയാണ് ജപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാമം എന്നാൽ എന്താണ്? നാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അക്ഷരങ്ങളുടെ വർണ്ണങ്ങളുടെ കൂട്ടമാണ് നാമം എന്ന് പറയുന്നത്. നമ്മളറിയാം, ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ, അല്ലെ? അതിനകത്ത് അക്ഷരങ്ങളെ സംഘാതം ചെയ്ത് അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് മഹനീയമായ ഒരു മന്ത്രമാക്കി നമ്മൾ ഉച്ചരിക്കുകയാണ്. അപ്പോ ഈ ഓരോ അക്ഷരത്തിനും അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവും, ഒരു പ്രത്യേകത ഉണ്ടാകും. എന്തിനാണ് ഈ പ്രത്യേകതയെ അറിഞ്ഞ് നമ്മൾ ജപിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇതാ നോക്കൂ, എവിടെ നിന്നാണോ അക്ഷരമുണ്ടായത്, എവിടെ നിന്നാണ് അക്ഷരം ഉണ്ടായത്, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നവരാ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അല്ലെ? എവിടെ നിന്നാണോ അക്ഷരം ഉണ്ടായത് അതിലേക്ക് ഈ അക്ഷരത്തിലൂടെ തന്നെ എത്തുന്ന ഒരു യജ്ഞമാണ് നാമയജ്ഞം, ജപയജ്ഞം. എവിടെയാണ് അക്ഷരങ്ങള്? ഓരോ അക്ഷരങ്ങളും എന്താണ്? ഓരോ അക്ഷരവും ഈശ്വരനാണ്, അല്ലെ? ഓരോ അക്ഷരവും ഈശ്വരനാണ്. അപ്പൊ നമ്മള് ആ അക്ഷരത്തിലൂടെ തന്നെ അതറിഞ്ഞ് വേണം ജപസാധന നടത്താൻ. ഇത് ഈശ്വരനാണ്. ഓരോ അക്ഷരവും ഈശ്വരനാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്, അല്ലെ? നാശമില്ലാത്തത് എന്തോ അത് ഈശ്വരനാണ്. നമ്മളറിയാം, ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്, ഉള്ളതിന് നാശമില്ല, അല്ലെ? ഉള്ളതിന് നാശമില്ല, ഉണ്ടായതെല്ലാം എന്താ ചെയ്യും? ഉണ്ടായി മാറി മാറി ഉണ്ടാകും, അല്ലെ? വീണ്ടും നിറഞ്ഞ് വീണ്ടും ഉണ്ടാകും. അത് എന്താണ്? ഈ സംസാര ചക്രത്തിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ജന്മ പാപ വിച്ഛേദകം, അല്ലെ? ജന്മനാശകമാണ്. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം എന്ന് പറയുന്ന തരത്തിലുള്ള ഈ സംസാരത്തിന്റെ ചക്രത്തിന്, ജനന ജീവിത മരണ ചക്രത്തിന് അപ്പുറത്തെത്തിക്കുന്നതാണ് എന്ത്? ആ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് എന്ത്? ജപം എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എപ്രകാരമാണ്? നമ്മുടെ പൂർവകർമ്മ വാസനകൾ കൊണ്ടും അതിനനുസരിച്ചിട്ടുള്ള യോനികളിൽ വന്ന് തുറക്കുമെന്നാണ്. നമ്മൾ പലപ്പോഴും പറയും, അച്ഛനമ്മമാരുടെ ചിന്ത എപ്രകാരമാണോ അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എപ്രകാരമായിരുന്നോ അതുപോലെയാണ് നമ്മുടെ മക്കളുടെ സ്വഭാവം. അപ്പൊ അവരെ കുറ്റം പറയാൻ നമുക്കാവില്ല. ഒപ്പം നമുക്ക് എന്തുകൂടിയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ ജന്മ പാപവും സുകൃതവും കൊണ്ടാണ് നമ്മൾ ഓരോ അച്ഛനമ്മമാരുടെയും മക്കളായിട്ട് ജനിച്ചിരിക്കുന്നത്, ഓരോ കുലത്തിൽ ജനിച്ചിരിക്കുന്നത്, ഓരോ പരിതസ്ഥിതിയിൽ ജീവിക്കുന്നത്. അപ്പോ അതിനൊന്നും പ്രത്യേകിച്ച് ഈശ്വരനല്ല പ്രശ്നക്കാരൻ, അല്ലെ? നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നക്കാര്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇത്രയും വലിയ ഇതില് എനിക്ക് ജലദോഷവും പനിയായിട്ട് മാറിയിരിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും വയ്യായിക വരുമല്ലോ, നിങ്ങൾ എപ്പോഴും ഇതൊക്കെ സംസാരിച്ചിട്ട് പോണം. എന്നോട് എപ്പോഴും ഇങ്ങനെ എന്നെ കിരികിരാന്ന് വെക്കുന്ന ഒരാളാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വന്നിട്ട് എന്തെങ്കിലും കിരികിരാന്ന് വെക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും നമ്മൾ പറയണം, ഒന്ന് സംസാരിച്ചാൽ മതി അദ്ദേഹത്തിന്. പക്ഷെ അത് നമ്മൾ സംസാരിക്കാൻ അത്ര വിമുഖത കാണിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വന്നിട്ട് പറയും, നിങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് അസുഖമല്ലേ? അപ്പൊ അതുകൊണ്ട് ജലദോഷത്തിനാണ്, നിങ്ങൾക്ക് അസുഖമല്ലേ, അപ്പൊ സുഖാണോ എന്ന് ചോദിക്കുന്നില്ല. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം പറച്ചിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ജലദോഷം വരുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പനി വരുന്നത്? നിങ്ങൾക്ക് സുഖമായിട്ട് സ്വാസ്ഥ്യത്തോടെ ഇരിക്കാൻ പറ്റാത്തത്, അല്ലെ? ആർക്ക് പ്രശ്നം, അല്ലെ? ഇതൊക്കെ തോന്നുന്നത് ആർക്കാണ്? ഇതൊക്കെ ഒരു പ്രശ്നമാണ്, അസുഖമാണ്, അല്ലെങ്കിൽ അതൃപ്തിയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് ആർക്കാണ്? ഞാൻ എന്നുള്ള ഒരാൾ അവിടെ ഇരിക്കുമ്പോഴാണ്. ഞാൻ ഉണ്ട് എങ്കിൽ എന്താണ്? അയ്യോ എനിക്ക് വന്നിരിക്കുന്നു, എനിക്ക് അസുഖം വന്നിരിക്കുന്നു, അല്ലെ? ഞാൻ പറഞ്ഞത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പറയാൻ കേൾക്കാനായിട്ട്
ഇപ്പൊ 73, 8, 81 പേരെ രാവിലെ വന്നുള്ളൂ. ഇവർക്കൊക്കെ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റ് കൂടായിരുന്നോ, കുറെ പേർക്ക് വന്നുകൂടായിരുന്നോ എന്നൊക്കെ തോന്നുന്നത് ആർക്കാണ്? ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കാൻ ആള് വരുന്നു എന്നൊക്കെ തോന്നുന്ന ആൾക്കാണ് അല്ലെ? അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു, ഞാൻ അതിനെ ഉണ്ണുന്നു, ഞാൻ അതിനെ ഉറങ്ങുന്നു എന്നൊക്കെ ചിന്ത വരുമ്പോഴാണ്, അവിടെയാണ് നമുക്ക് എന്തുണ്ടാവുക? സുഖവും ദുഃഖവും നിരാശയും പ്രശ്നങ്ങളും ഉണ്ടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഭക്തനെ പോലെ അല്ലെ, നാമത്തെ ജപിക്കുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ല, മറിച്ച് ഞാൻ എന്നെ വിട്ടുകൊടുക്കലാണ്. ആർക്ക്? ഈശ്വരനെ. അഹമിത്യാജ്യം ജുഹോമി. നമ്മള് ഹോമം ചെയ്യുമ്പോ ഈ എന്റെ അഹംഭാവത്തെ, അഹങ്കാരത്തെ എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവത്തെ, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാനാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല അല്ലെ? നമ്മൾ സൃഷ്ടിയെ കുറിച്ചും ഒക്കെ പഠിച്ചവരാണ്, ദർശനമാല പഠിച്ചവരാണ് അല്ലെ? പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ അരികത്തൂടെ ഒക്കെ പോയവരാണ്. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു കേട്ടോ, ഞാനേ പഠിക്കാതെ ഉള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോ നമ്മൾ അതിന്റെ അരികത്തൂടെ പോയവരാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും അല്ലെ, ഇതൊക്കെ ആരാണ്? സങ്കല്പ മാത്രയുടെ പരമേശ്വരനാണ് ഇതെല്ലാത്തിന്റെ ആള് അല്ലെ? അപ്പൊ ഇതിൽ ഓരോരുത്തരും ഓരോ സൃഷ്ടിയിൽ ഇരിക്കുന്നത് ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ് അല്ലെ? അപ്പൊ സൃഷ്ടിയാകുന്ന ശക്തിയായിട്ട് വ്യാപരിച്ചിരിക്കുന്നതും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അവിടെ ഈ അക്ഷരങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കഥ, എനിക്ക് അതിന്റെ യുക്തിയെ കുറിച്ചൊന്നും കൂടുതലും ചിന്തിക്കുന്നില്ല, ഒരു കഥ കേൾക്കുന്നതാണ്. ഇപ്പം ഉമാമഹേശ്വരന്മാർ നമുക്കറിയാലോ, സതിയുടെ കാര്യമൊക്കെ അറിയാലോ. പിന്നെ സതിയുടെ വിയോഗത്തില് ഭഗവാൻ വലിയ അല്ലെ, ഭഗവാന്റെ നടനമുണ്ടായി. വളരെ വലിയ നടരാജനായിട്ട് പ്രകൃതിയെ കുലുക്കുന്ന ഈ ഉമയുടെ ശരീരം എടുത്തു പിടിച്ചിട്ടാണ് അത് നടത്തിയതെന്നാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുമെന്ന് കണ്ടിട്ട് ഉമയുടെ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കിയിട്ട് വിഷ്ണു ഓരോ ശക്തിസ്ഥാനമാക്കി എന്നൊരു കഥയൊക്കെ കേൾക്കാം. എനിക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുവിടാ. അപ്പൊ അങ്ങനെ ഇത് ചെന്ന് വീണ ഓരോ സ്ഥലവും ഓരോ ശക്തിസ്ഥാനങ്ങളായിട്ട് ഉമയുടെ ശരീരത്തെ 51 കഷ്ണമാക്കിയിട്ട്. ഈ 51 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? എന്താ 51 എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നത്? 51 അക്ഷരം. 51 എഴുത്താകും അല്ലെ? ആ ഇതിൽ വസിക്കുന്ന ശാരദ ഓർമ്മ വന്നു, 51 അക്ഷരം. അപ്പോ ഈ അതൊരു 51 ശക്തിസ്ഥാനങ്ങളായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമയാണ് ഈ ശക്തിയായിട്ട് അക്ഷരമായിട്ട് മാറി, 51 എഴുത്ത് 51 അക്ഷരമായിട്ട് മാറുന്നതെന്ന് പറയും. കഥയാണ് കേട്ടോ, പുരാണത്തിലുള്ള കഥയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആരാണ് ഉമ? ഈ അക്ഷരങ്ങൾ ശക്തിയായിട്ട് മാറിയെങ്കിൽ ഉമ ആരാണ്? ഉമയുടെ ശരീരമാണല്ലേ പറഞ്ഞത്. അപ്പൊ ഉമ ആരാണ്? നമ്മുടെ ആദ്യത്തെ ഓങ്കാരത്തിൽ തന്നെ നോക്കിക്കേ, ആ ഉ മ അതിന് തിരിച്ചിട്ടാൽ, അങ്ങനെ ഒരു ആചാര്യൻ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ. എനിക്ക് ശരിക്കും അതിന്റെ വ്യക്തതയൊന്നുമില്ല, ഒരു ആചാര്യന്റെ പ്രഭാഷണത്തിന് ഞാനിങ്ങനെ കേട്ടതാണ്. ആ ഉ മ അല്ലെ, അതിനകത്ത് ആയിനെ അവസാനം കൊണ്ടുപോയി. അപ്പം ഉ പ്ലസ് മ പ്ലസ് ആ, ഉ പ്ലസ് മ പ്ലസ് ആ, മും ആയി കൂടി ചേർന്ന മ, അതറിയാലോ. മ പ്ലസ് ആ എന്ന് വെച്ചാൽ മ. അപ്പൊ എന്തായി? ഉമാന്ന് തന്നെ വന്നില്ലേ? ഉമ. അങ്ങനെ ഒരു ഇത് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടിയാകുന്ന ശക്തിയായിട്ട് എന്താണ് വിഷ്ണു വ്യാപിപ്പിച്ചു, ഈ അക്ഷരങ്ങളെ വ്യാപിപ്പിച്ചു എന്നാണ് ഈ കഥ പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? സൃഷ്ടിയാകുന്ന ശക്തിയായി, അല്ലെങ്കിൽ ശക്തിയാകുന്ന സൃഷ്ടിയായി, തിരിച്ചു ആകാം അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ശക്തി തന്നെ സൃഷ്ടി, സൃഷ്ടി തന്നെ ശക്തി എന്ന് അങ്ങനെ 51 എഴുത്താകുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഈ സൃഷ്ടികളെയെല്ലാം ശക്തിപ്പെടുത്തുന്ന ആ ശക്തിയായിട്ട് വ്യാപരിപ്പിച്ചു. അപ്പോ ഇതുകൊണ്ടായിരിക്കാം ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത്, എവിടെ നിന്നാണോ അക്ഷരം ഉണ്ടായത് അതിലേക്ക് അക്ഷരത്തിലൂടെ എത്തുന്ന യജ്ഞമാണ് ജപം. അപ്പോ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മള് ആ അക്ഷരങ്ങളിലൂടെ തന്നെ അതിന്റെ പൊരുളിലേക്ക് എത്തുക അല്ലെ? ഏതാണ് ഉറവിടം എന്ന് വെച്ചാൽ നാദമാണ്. നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേന്ന് നമ്മൾ പറയും അല്ലെ? ഇവിടെ അമ്മയുടെ ഉരുവിൽ, അമ്മയുടെ ആ
നടുവില്, അതായത് യൂട്രസിനകത്ത് നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായി? നാദം തിരണ്ടു. തേജസ്സും രക്തവും തമ്മിൽ കലർന്നത് കൊണ്ട് കാര്യമായില്ല. അവിടെ എന്തുണ്ടാവണം? ഈശ്വരന്റെ ശക്തി ഉണ്ടാവണം, നാദം വരണം, അല്ലെ? അപ്പൊ ഈ നാദമാണ്. ഒരു സെക്കൻഡ് കേട്ടോ. ഈ നാദമാണ് ഉറവിടം. ഈ നാദമാണ് അക്ഷരത്തിന്റെ ഉറവിടം, അല്ലെ? പ്രണവം, ഓങ്കാരം, ബ്രഹ്മം, ഇതിനെ തേടിയുള്ള യാത്രയാണ് ജപസാധനം. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ്, ശരിക്കും പഴയുള്ളവര് അല്ലെങ്കിൽ പഴയ തലമുറ നമ്മളോട് പറയും, നമ്മൾ നേരത്തെ എഴുന്നേക്കണം, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം, അല്ലെ? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വസ്ഥമായിട്ട് ഈ എല്ലാ ജീവജാലങ്ങളും ആ സമയത്ത് എഴുന്നേക്കുന്ന, നമ്മൾ മാത്രം മൂടി പൊതിച്ചിടന്നുറങ്ങും, അല്ലെ? നമ്മൾ 12:30 1 മണിക്ക് വരെ ഇരുന്ന് ഫോണിൽ കുത്തിയിട്ട് നമ്മൾ കിടന്നുറങ്ങും. പക്ഷെ എല്ലാ ജീവജാലങ്ങളും ആ സമയത്ത് എഴുന്നേക്കും. 3:30 4 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് എല്ലാവരും എഴുന്നേക്കും എന്നാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങേക്കും. നമ്മളെ കുഞ്ഞു മക്കളൊക്കെ പോലും ആ സമയത്ത് എഴുന്നേക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരു യാമത്തില് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട്, പശു ആണെന്നുണ്ടെങ്കിൽ പശു ഒന്ന് അമറും, കാക്ക ഒന്ന് ചിലയ്ക്കും, അല്ലെ? നമ്മള് കുന്നംകുളത്ത് പോയപ്പോ മയിലുകളായിരുന്നു, മയിലുകളെല്ലാം കൂടി കിടന്ന ഒരൊച്ച. പിന്നെ ആ സമയത്ത് ഒരു ഭൂമി കുലുക്കവും കൂടി ഉണ്ടായത് കൊണ്ട് അതിന്റെയും കൂടി ഒരു ശബ്ദം ഉണ്ടായെന്ന് മാത്രം. ഒരു 3:55 ഒരു ഭൂമി ഒന്ന് കുലുങ്ങി, അപ്പൊ അതിന്റെയും കൂടി ഒരു ബഹളം ഉണ്ടായി. അപ്പൊ ഈ എല്ലാ മയിലുകളും എല്ലാം കൂടി കിടന്ന ഒരു ഒച്ചയുണ്ട്, ഒരു ശബ്ദമുണ്ട്. അത് അവർക്കറിയാം, ആ ഊർജ സ്രോതസ് വരുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അറിയാം. പക്ഷെ വിശേഷ ജീവനുള്ള നമുക്ക് കഴിയേല. കാരണം നമ്മൾ അതിന്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് അതൊന്നും എഴുന്നേക്കണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലാന്നേ ഉള്ളൂ. ആ സമയത്ത് എഴുന്നേറ്റ് ജപം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. അതായത് ആ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ജപസാധനയിൽ ഈ സമയത്തെ കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ കൂടി നമ്മളിപ്പം കുറെ നേരത്തെ എഴുന്നേറ്റു, അല്ലെ? എത്രയോ വ്യത്യാസപ്പെട്ടു നമ്മുടെയൊക്കെ ജീവിതം. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ നമുക്ക് ഉണർവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നോക്കൂ, ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിലൂടെ തന്നെ നമ്മൾ ജപത്തിലൂടെ പോകുമ്പോൾ അതിന്റെ ഉറവിടത്തിലാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ആ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്, അല്ലെ? നമ്മൾ അറിയാം, ഓങ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? തസ്യ നാമഹ പ്രണവ, അവന്റെ പേരാണ്, ഈശ്വരന്റെ പേരാണ്. എപ്പോഴും നവമായിട്ടിരിക്കുന്നത് എന്താണോ അതാണ് ഈശ്വരൻ. അതാണ് ഓങ്കാരം. എപ്പോഴും നവമായിട്ടിരിക്കുക. നമുക്ക് എപ്പോഴും പുതുതായിട്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ ഈശ്വരൻ എപ്പോഴും എന്താണ്? പുതുതാണ്. എപ്പോഴും പുതുതായിട്ട് തന്നെ ഇരിക്കുന്നത്. അതിനൊരിക്കലും പഴക്കമില്ല, അല്ലെ? എപ്പോഴും പുതുതായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടിയാകുന്ന ശക്തിയെ അല്ലെങ്കിൽ ശക്തിയെ വ്യാപിപ്പിച്ചിരിക്കുന്നത് ഈ അക്ഷരങ്ങളിലൂടെയാണ്. ആ അക്ഷരങ്ങളെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുസന്ധാനം ചെയ്ത് പ്രാപ്തമാക്കുന്നത്. അപ്പോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ നോക്കൂ, നമ്മൾ എങ്ങോട്ട് തന്നെയാണ്, എന്തിലേക്കാണ് ആ യാത്ര? ഈ അക്ഷരങ്ങളിലൂടെ ഉറവിടത്തിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോ തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഈശ്വരനിലേക്ക്, അല്ലെ? ഞാനും ഈശ്വരനും വേറെയാണ്. ദൈവമേ കാത്തുകൊൾക്ക അങ്ങു കൈവിടാതെ ഇന്നു ഞങ്ങളെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും തുടക്കത്തിൽ, അല്ലെ? അങ്ങിരിക്കുന്ന ഈശ്വര, ഇങ്ങിരിക്കുന്ന ഞങ്ങളെ കാത്തുകൊള്ളണം, അല്ലെ? ഭഗവാൻ എത്ര ഭംഗിയായിട്ടാ, അങ്ങാണ് ഈശ്വരൻ, ഇങ്ങാണ് ഞങ്ങൾ എന്നുള്ള ദ്വൈതഭാവത്തിൽ നിൽക്കുന്നവരെ എവിടെ കൊണ്ടുവന്നെത്തിച്ചു? ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാണ്. നോക്കിക്കേ, കണ്ടോ? അപ്പൊ ഞാനും ഈശ്വരനും രണ്ടല്ല, ഒന്നായി തീരുന്നതാണ് പ്രാർത്ഥന, അല്ലെ? ഈശ്വരനും നമ്മളും ഒന്നായി തീരുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ നമുക്ക് മനസ്സിലാകാം, ഞാൻ ഈ സൃഷ്ടിയുടെ ഭാഗം തന്നെയാണ്, ഈ സൃഷ്ടി തന്നെയാണ് ഞാനിതിൽ നിന്ന് വ്യത്യസ്തനല്ല. സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഞാൻ. അപ്പോ എന്തിലേക്കുള്ള യാത്രയെ ശരിക്കും? ഈ അക്ഷരങ്ങളിലൂടെ ഉറവിടത്തിലേക്ക് പോകുമ്പോ നമുക്ക് മനസ്സിലാകാം,
ഞാനും ഈശ്വരനും ഒന്നാണ്. ആ ഈശ്വരനെ തേടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് തേടുക, അല്ലെ? നമുക്കിവിടെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് ഏറ്റവും വലിയ ഭഗവാന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തെ നൽകുന്നത് അത് തന്നെയാണ്, അല്ലെ? ഞാൻ ആരാണ്? ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി? ഈ ഞാൻ എവിടെ നിന്നുണ്ടായി? അല്ലെ, ഞാൻ ആരാണ്? രണ്ട് ചോദ്യം, അല്ലെ? ഈ രണ്ട് ചോദ്യവും ജഗത്തിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പുസ്തകത്തിലൂടെ പഠിക്കുമ്പോ എന്നെക്കുറിച്ചുള്ള പഠനം അധ്യാത്മവിദ്യയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ആത്മവിദ്യയെ തേടി നടക്കുമ്പോഴാണ് ജപസാധനയുടെ പ്രത്യേകത എത്രമാത്രം ഇതാണ് എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതും. അപ്പോ എന്നെ തന്നെ തേടിയുള്ള യാത്ര തന്നെയാണ് എന്ത്? ഈ ജപം എന്ന് പറയുന്നത്. അവിടെ പറയുന്നു മനോമധ്യേ സ്ഥിതോ മന്ത്ര. മനസ്സിൽ ആര് സ്ഥിതി ചെയ്യുന്നു? മനസ്സിൽ തന്നെ മന്ത്രം. മന്ത്രമധ്യേ സ്ഥിതം മനഃ. മന്ത്രത്തിൽ തന്നെ മനസ്സ്. മനോമന്ത്ര സമായുക്ത മേതച്ച ജപലക്ഷണം. ജപത്തിന്റെ ലക്ഷണത്തെ കുറിച്ച് പറയാണ്. എന്താണ്? മനസ്സിൽ തന്നെ മന്ത്രവും മന്ത്രത്തിൽ തന്നെ മനസ്സും എപ്പോഴാണോ സമായുക്തമാകുന്നത്, എപ്പോഴാണോ സമ്മേളിക്കുന്നത്, അപ്പോൾ ബോധമില്ലാത്തപ്പോൾ പോലും, ചേതന ഇല്ലാത്തപ്പോൾ പോലും മന്ത്രോച്ചാരണം നടക്കുന്നു എന്നതാണ് ജപലക്ഷണം. എനിക്ക് എത്ര മനസ്സിൽ തന്നെ മന്ത്രവും മന്ത്രം തന്നെ മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരു ഇതില് നമ്മുടെ ബോധം പോലും ഇല്ലാത്ത സമയത്ത് പോലും, നമ്മൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ പോലും ഈ മന്ത്രജപം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നു എന്ന്. അത്രയ്ക്കും എന്താണ്, ജപത്തിന് അത്രയ്ക്കും പവറാണ്. പലപ്പോഴും നമ്മൾ ഭഗവാൻ ഉറങ്ങുകയാണോ, അല്ലെ, ഭഗവാൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചിട്ട് ഈ ധർമാനന്ദജിയുടെ പുസ്തകത്തില്, ധർമ്മതീർത്ഥ സ്വാമിയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണാൻ പറ്റും. ചെന്ന് പതുക്കെ തുറന്നു നോക്കുമ്പോ ഭഗവാൻ അവിടെ കട്ടിലിരുന്ന് ഉറങ്ങുമൊന്നുമല്ല, മറിച്ച് എന്താണ്, യോഗസ്ഥിതനായിട്ടിരിക്കുന്ന വലിയ വെളിച്ചത്തെ കണ്ട് പെട്ടെന്ന് വാതിലടച്ച കാര്യമൊക്കെ പല പല പ്രാവശ്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭഗവാൻ അവിടെ സുഖമായിട്ട് കട്ടിലേക്ക് കിടന്ന് നമ്മളെപ്പോലെ ഉറങ്ങുകയാണെന്നാണ് നമ്മുടെ വിചാരം, അല്ലെ? തിരു അവതാരം അല്ലെങ്കിൽ എന്താണ്, ജീവൻ മുക്തനായ ഒരാളെ സംബന്ധിച്ചിട്ട് എന്താണ്, ജീവൻ മുക്തൻ നമ്മളെപ്പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മളെപ്പോലെ ഇരുന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോലെ വർത്താനമൊക്കെ പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ്, അവർക്ക് എന്തില്ല, അവര് ഇതിനപ്പുറത്ത് ആ സത്യത്തെ അറിഞ്ഞവരാണ്. നമ്മളെപ്പോലെ ഒരു കാര്യത്തിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നവരല്ല അവര്, അല്ലെ? അപ്പൊ ആ അവസ്ഥയില് ജപിച്ച് തപസ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴൊക്കെ അതായിട്ട് നിൽക്കുന്നു അത് തന്നെ മന്ത്രമായിട്ട് തന്നെ നിൽക്കുന്നു. മന്ത്രദൃഷ്ടാവാണ് ഭഗവാൻ എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പൊ മന്ത്രമായിട്ട് തന്നെ നിലനിൽക്കുക. ഇതുപോലെ മനസ്സും മന്ത്രവും ഒരുപോലെ നിൽക്കത്തക്ക വിധത്തിലേക്ക് നമ്മളെ പടിപടിയായിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് വരുന്ന പല പല യോഗീശ്വരന്മാരുടെ ഇതിലേക്ക് പോകുമ്പോഴും നമുക്ക് അവർ ഉറങ്ങുമ്പോൾ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് മന്ത്രം തന്നെ ഇങ്ങനെ വരുന്നുണ്ടെന്നാണ്. അപ്പോ ഈ അവസ്ഥയിലേക്ക് നമ്മളെ ഉണർത്തുന്നത്, ജ്ഞാനത്തിലേക്ക് ഉണർത്തുന്നത്, ഈശ്വരനിലേക്ക് ഉണർത്തുന്നത്, അവനവനെ തന്നെ അറിയുന്നതാണ് എന്ത്? ശരിക്കും പറഞ്ഞാൽ ജപം. അപ്പോൾ ജപം എന്ന് പറയുന്നത് കേവലം ഒരു പ്രക്രിയയല്ല, അതിനപ്പുറത്തേക്കുള്ള വഴിയാണ്, ഈശ്വരനിലേക്കുള്ള വഴിയാണ്. നമ്മളിപ്പോ ലിഖിത ജപ നമ്മള് ലിഖിത ജപത്തിലേക്ക് പോകുമ്പോ നമുക്കറിയാം എന്താണ്, നമുക്ക് വാചികം, ഉപാംശു, മാനസികം, ഇങ്ങനെ 3 തരത്തില് ജപങ്ങള് പ്രത്യേകമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് നല്ല ഉച്ചത്തിലെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുക, വാചികമായിട്ട് നമ്മൾ ഉരുവിടുക. അത് നമുക്കറിയാലോ, നമ്മൾ ഓടി വന്നിരുന്ന് എന്തെങ്കിലും രണ്ടൊന്ന് പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോ തന്നെ നമുക്ക് എന്താകും, നമ്മൾ സ്വസ്ഥാകും, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ നിൽക്കുക, അതിനെ സ്വസ്ഥാക്കുക. ഉപാംശു എന്ന് പറയുന്നത് ചുണ്ടനക്കുന്നുണ്ട്, മറ്റാർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മന്ത്രങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ജപിക്കുക. ഇനി മാനസികം എന്ന് വെച്ചാൽ മന്ത്രത്തെ മനസ്സിൽ കണ്ടിട്ട് ജപിക്കുക, അതാണ് മാനസികം. എന്നാൽ നമ്മളിപ്പോ തുടങ്ങുന്നത് ലിഖിത ജപാണ്. ലിഖിതം എന്ന് പറഞ്ഞാലോ, പഞ്ചേന്ദ്രിയങ്ങളെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക. ചിലപ്പോ എന്താണ്, നമ്മുടെ മനസ്സിൽ അവിടെ നിൽക്കണം എന്നില്ല, ഉറക്കം വരാം, അങ്ങനെ പലതും വരാം. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുക, പഞ്ചേന്ദ്രിയങ്ങളെ ഇതിലേക്ക് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനായിട്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും കണ്ണും മൂക്കും നാവും, അല്ലെ, ചെവിയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന്
അതോടൊപ്പം തന്നെ കർമ്മേന്ദ്രിയങ്ങളായ കൈകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ചിന്തയും മനസ്സും വാക്കും എല്ലാം എവിടെ വരുവാണ്? ഈ ലിഖിത ജപത്തിലേക്ക് വരികയാണ്. അപ്പോ ലിഖിത ജപത്തിന് ഭയങ്കര ഫലസിദ്ധി കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഇപ്പൊ പലരും അസുഖങ്ങൾ വരുന്നവരുണ്ടാകാം, ദുഃഖങ്ങൾ വരുന്നവരുണ്ടാകാം. അപ്പൊ അങ്ങനെ സാമാന്യ തരത്തിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ, സംസാരത്തിൽ നിന്ന് രക്ഷ നേടുക, ഈ ഭൗതികമായതിൽ നിന്നും രക്ഷ നേടാനായിട്ട് വളരെ സിദ്ധി ഇതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം പെട്ടെന്ന് സിദ്ധമാകുന്നതാണ്. എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് കരഗതമാകാനായിട്ട് ലിഖിത ജപത്തിന് വളരെയധികം ഫലപ്രാപ്തി പറയുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഈ ലിഖിത ജപത്തിന് കൂടുതൽ ഈ കാലഘട്ടത്തില് ഒരു യജ്ഞമായിട്ട് അതിനെ വളരെ ശുദ്ധമായിട്ടിരുന്ന് നമ്മളത് ചെയ്യുന്നത്. എന്നാല് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ എഴുതുന്നത് എന്തിനാണ്? ഇതുപോലെ ആ ഈശ്വര സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈശ്വര സിദ്ധിയും നടക്കുന്നു, മറ്റൊന്ന് എന്ത് നടക്കുന്നു? ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫലസിദ്ധി, നമുക്ക് ഫലങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നു, മറ്റൊന്ന് ഈശ്വര സിദ്ധി ഉണ്ടാകുന്നു. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, ദുഃഖമുണ്ടോ, അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതാവാം. ഇനി അതൊക്കെ ഈശ്വരനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈശ്വരന് വേദനിക്കുന്നു, ഈശ്വരന് സന്തോഷിക്കുന്നു എന്ന രീതിയിൽ പോവുകയാണെങ്കിലും ആ ഈശ്വരനെ അനുഭവിച്ച് സുഖമായിട്ടിരിക്കാനായിട്ടും നമുക്കിത് പ്രാപ്തമാണ്. അപ്പൊ ഇതാണ് ലിഖിത ജപത്തിനുള്ള സിദ്ധി. ലിഖിത ജപത്തിന് സിദ്ധി കൂടും എന്ന് പറയപ്പെടുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ലിഖിത ജപത്തിനാണ് നമ്മളിപ്പോ പുറപ്പെടുന്നത്. ആ ലിഖിത ജപം ഇന്ന് തുടങ്ങി തുലാമാസം 1-ാം തീയതി, കന്നിമാസം അവസാനിക്കുമ്പോൾ അത് തീരുകയാണ്. തുലാമാസം 1-ാം തീയതി കൊണ്ട് നമുക്ക് തീരും. ആ സമയം കൊണ്ട് നമ്മളത് എങ്ങോട്ട് അയക്കണം എന്നുള്ളതൊക്കെ ആ സമയത്ത് നമ്മൾ പറയും. കാരണം ഇത് സ്മൈൽ കുടുംബത്തിന് എല്ലാവരിലേക്കും ഭഗവാന്റെ നാമജപത്തെ എത്തിക്കുക, എത്ര നാവുകളിലൂടെ എത്ര ചിന്തകളിലൂടെ അത് പോകുന്നുവോ അത്രമാത്രം ഒരു ധർമ്മ പ്രചരണമായിട്ടാണ് നമ്മൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേരിലേക്ക് അത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 50 ലക്ഷം അല്ല, അല്ലെ, 50 കോടിയിലേക്ക് എത്തിയാൽ അത്രയും ഭാഗ്യം. അതിനൊരു ധർമ്മ പ്രചരണമാണ് ഒന്ന്. രണ്ട്, നമ്മൾ ഓരോരുത്തരിലുമുള്ള ജപസിദ്ധിയെ നമുക്ക് ഓരോരുത്തർക്കും ജപസിദ്ധി പ്രാപ്തമാകുന്നു. 3, നമ്മളുടെ ഈ ഓൺലൈൻ എന്നുള്ളത് ഒരു ഓഫ്ലൈൻ സാധന ആശ്രമമായിട്ട്, തൃപ്പാദജയം ആശ്രമമായിട്ട് മാറേണ്ട സമയം അടുത്തിരിക്കാം. ഒരു പക്ഷെ, എനിക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് നൽകട്ടെ. ഒരാഴ്ച റീജ ടീച്ചറിനെ കാണുന്നു. ഒരാഴ്ച ടീച്ചർ വിചാരിക്കുകയാണ് ഇനി വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോഴേ ഒരാഴ്ച ഒന്ന് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും വന്ന് ഇരിക്കണം എന്ന് തോന്നുമ്പോ, അല്ലെ, നമ്മള് സാധാരണ കോവളത്തോ അല്ലെ മൂന്നാറിലേക്കൊക്കെ യാത്ര പോകാന്ന് വിചാരിക്കുമ്പോ നമുക്കൊന്നും ഇപ്പൊ അത്ര തോന്നുന്നില്ല, അല്ലെ. അങ്ങനെ തോന്നാത്ത എന്നാൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്തേക്ക് പോണെന്ന് പറയുമ്പോ ഒരു തൃപ്പാദജയ ആശ്രമമുണ്ട്, അവിടെ ഒരാഴ്ച പോയി നിന്നേക്കാം, ഞാൻ അങ്ങോട്ട് പോവാട്ടെ മക്കളെ എന്ന് പറയത്തക്ക രീതിയിൽ ഒരാശ്രമം ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന ഇതോടൊപ്പം വെക്കുന്നു. അപ്പോ ആ പ്രാർത്ഥന കൂടി എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഷേർലി ടീച്ചർ പ്രത്യേകം പറഞ്ഞു, അമേരിക്ക എന്ന് വരുമ്പോ എനിക്ക് എവിടെയെങ്കിലും നിൽക്കണ്ടേ ഒരാഴ്ച എന്ന് ഓർത്തിട്ടായിരിക്കും ടീച്ചർ ആദ്യമേ തന്നെ ഇതായത്. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു ചിന്ത കൂടി നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അപ്പോ ഈ നാമജപത്തിന്റെ പ്രത്യേകതകള്, അതിന്റെ ആവശ്യങ്ങള് അന്ധക്കരണ ശുദ്ധിയും ഏകാഗ്രതാ സമ്പാദനവുമാണ് പ്രത്യേകിച്ച്, അല്ലെ. ഒന്ന്, അന്ധക്കരണത്തെ ശുദ്ധാക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ടൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഈ ജപ സാധന അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക? നമുക്ക് പ്രത്യേകിച്ച് ആരോടും വഴക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെ. പ്രത്യേകിച്ച് ആരോടും വഴക്ക് തോന്നുന്നില്ല, ദേഷ്യം തോന്നുന്നില്ല, അവർക്ക് കുറച്ച് കൂടുതൽ സമ്പത്ത് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നില്ല, ആരോടും പ്രത്യേകിച്ച് മമതയോ അല്ലെങ്കിൽ വിരക്തതയോ ഇല്ല, രാഗദ്വേഷങ്ങളൊക്കെ പോകുന്നു. ഇതൊക്കെയാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. അതൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം. അപ്പം എന്താണ്? അന്ധകരണത്തെ ശുദ്ധാക്കുന്നു. അതോടൊപ്പം തന്നെ ഏകാഗ്രത, ആ ഋക്ഷവത്കുതി കൊള്ളുന്ന മനസ്സിന് അടക്കം ഉണ്ടാകുന്നു, അല്ലെ, കുറച്ച് സമാധാനം ഉണ്ടാകുന്നു. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും അന്തരീക്ഷം ഏറ്റവും പ്രശാന്തമായ സമയത്ത് നമുക്ക് ഉണർന്ന് ജപിക്കാൻ സാധിക്കട്ടെ. ഇനി അതല്ല എങ്കിൽ നമുക്ക് എപ്പോ സമയം കിട്ടുന്നുവോ അപ്പൊ നമുക്ക്
ഇതെല്ലാം കിട്ടട്ടെ. നമുക്ക് ആ ഈശ്വരനെ, ഭഗവാനെ ആ മഹനീയമായ നാമത്തിൽ തന്നെ ജപസിദ്ധരായിട്ട് മാറാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ലിഖിത ജപത്തിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് മുന്നോട്ട് പോകാം. മാക്സിമം പേരെ നമുക്ക് ഇതിനകത്ത് പങ്കെടുപ്പിക്കാം. എല്ലാവരും പറ്റാവുന്ന സമയം, ഇപ്പൊ രാവിലെയും വൈകിട്ടും പറ്റാൻ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പൊ എഴുതാം. 108 പ്രാവശ്യമല്ല, എത്രയാ 500 പ്രാവശ്യം എഴുതാൻ തോന്നിയാലും എഴുതാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മാക്സിമം എഴുതുക. ബുക്ക് നിറയട്ടെ. രണ്ടാമത്തെ ബുക്ക് വാങ്ങിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീപാദജയം.